ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ചെയ്യും. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ നമ്മൾ ജോക്കർ എന്ന് പറയുന്ന ഒരു ഫ്രണ്ടുമായിട്ടുള്ള ഒരു 1v1 ലോങ് ഉൾഫ് മാച്ചും കണക്കെയാണെങ്കിൽ കിടക്കാച്ചി പോലത്തെ ഒരു മാച്ചാണ്. നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ 3 മാച്ച് ദാരുണമായി തോക്കുകയായിരുന്നു കേസ്. നമുക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി കുറച്ച് പോകേണ്ട വന്നു. അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്കാണെങ്കിൽ കേസ് എന്ത് പറയാനാണ് കേസ്, അവനാണെങ്കിൽ 3 റൗണ്ട് കേസ് എടുത്തിരിക്കുന്നത്. ഈ റൗണ്ടും ഞാൻ ഇല്ലായിരുന്നു കേസ്. ഈ റൗണ്ടാണ് പോയത്. ഈ റൗണ്ട് ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോയി കേസ്. ഇതിന് ശേഷം ഞാൻ കളിച്ചിട്ടേ ഇല്ല. പിന്നെ ഈ നെക്സ്റ്റ് വരുന്ന റൗണ്ടിൽ ഞാൻ വന്നു കേസ്. പക്ഷേ എനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് നേരം വിശ്രമം എടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാmpaയിട്ട് കളിക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവൻ്റെ ചോയ്സ് ആയതുകൊണ്ടേ അവൻ്റെ ചോയ്സും കളിക്കായിരുന്നു. അങ്ങനെ അവൻ ചോയ്സും കളിക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അവൻ ഏത് കണ്ണെടുക്കുമെന്ന് അറിയത്തില്ല. നോക്കിയപ്പോൾ MH7 എടുത്തിരിക്കുന്ന കേസ്, M180 എടുത്തിരിക്കുന്ന കേസ്. എന്താ പറയുക കേസ്, ചെറുക്ക് ഞാൻ ഇപ്പോഴാണ് കേസ് വന്നത്. കറക്റ്റ് ടൈമിൽ വന്ന് ഞാൻ അടിക്കാൻ നോക്കുന്നത് ഒന്നും കൊണ്ടില്ല. ഇപ്പോൾ ബ്ലൂവാൾ പോലും വീഴുന്നില്ല കേസ്. ഇതാണ് കേസ്. പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും അടി പോലും നേരത്തെ വീഴുന്നില്ല കേസ്. വണ്ടാ പഠിക്കാൻ നോക്കി വേണ്ട. അവൻ കയറി വന്ന് എന്നെ അടിച്ച് സുഖമായിട്ട് അടിച്ചിട്ട് കേസ്. അവൻ സുഖമായിട്ട് അടിക്കാന്നേ ഉള്ളൂ. അങ്ങനെ അവൻ 3 റൗണ്ട് എടുത്ത കേസ്. എനിക്കാണെങ്കിൽ കാലിയും കയറി കേസ്. എങ്ങനെ റൗണ്ട് എടുക്കണം, ഞാനാണ് അവനെ വിളിച്ച് ചാലഞ്ച് ചെയ്തത്. 1v1 കളിക്കുന്നത് ഞാനാണ് ചാലഞ്ച് ചെയ്തത്. ഞാൻ തോറ്റാൽ എനിക്ക് നാണക്കേട്, അതും ഈ യൂട്യൂബറായ എനിക്ക് നാണക്കേട്. അതുകൊണ്ട് ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തു. അവൻ്റെ മൂവ്മെൻറ്റ് കൊടുത്തു കുറച്ച് റെഡ് കൊടുത്ത് പിന്നെ ചാടി ഒരു ഷോട്ട് കേസ്. എൻ്റെ മോനെ കേസ് വേറെ ലെവൽ ഹെഡ് ഷോട്ട് കാര്യം കിട്ടിയിട്ടുണ്ട്. കുറച്ച് ബോഡി ഷോട്ടും കുറച്ച് ഹെഡ് ഷോട്ടും കയറി വേറെ മാസമായിട്ട് ആ ഗില്ലിങ് എനിക്ക് എടുത്ത്. ഇനി നമ്മൾ വിട്ടുകൊടുക്കില്ല കേസ്. ഇനി ഒട്ടും നമ്മൾ വിട്ടുകൊടുക്കും. നമ്മുടെ നമ്മൾ മാസ് കാണിക്കുന്നതായിരിക്കും. വേറെ ലെവലായിട്ട് നമ്മൾ കാണിച്ചിരിക്കും കേസ്. എൻ്റെ പവർ അവനെ അറിഞ്ഞുകൂടാ, അത് വേറെ കാര്യം. റിവെഞ്ച് എടുക്കുന്നതിന് ഞാൻ എത്ര പുലിയാണ്. റിവെഞ്ച് വീഡിയോസാണ് നമ്മൾ ഈ ചാനലിൽ ഇതുമായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ്. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലത്തെ വെറൈറ്റി റിവെഞ്ച് വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നോക്കിയപ്പോൾ ചെറുക്ക എൻ്റെ അടുത്തോട്ട് വന്ന് പിന്നെ കാണാനില്ല. അവൻ അവിടെ നിന്ന് ഫിഗിസിനായിട്ട് കിടന്നിരുന്നു. ഞാൻ അവിടെ ഇല്ലല്ലേ. ഞാൻ അവിടെ നിന്ന് പോയ കാര്യം അവൻ അറിഞ്ഞ് കണ്ടതുപോലിരുന്നു. ചെറുക്കായിട്ട് കുത്തി പിടിക്കുന്നു. ഞാൻ ഒന്നെങ്കിൽ കുറച്ച് ഡാമേജ് കൊടുക്കാൻ നോക്കി, പറ്റിയില്ല. പിന്നെ ബ്ലൂ വാളിട്ട് വെയിറ്റ് ബോഡി ഷോട്ട് ചെയ്തു. എത്ര 10-30 ഡാമേജ് കറക്റ്റായിട്ട് ഞാൻ കണ്ടില്ല. കുത്തി അങ്ങ് പിടിച്ചിട്ട് അവനങ്ങ് തീർത്ത് പെട്ടെന്ന് ബ്ലൂ വാളിട്ട് നമ്മളങ്ങ് സ്പേപ്പ് പിടിച്ചു കേസ്. അങ്ങനെ 2-3 എന്ന് പറഞ്ഞ വേറെ ലെവലായിട്ട് നമ്മൾ റൗണ്ട് കണക്ക് ആക്കിയിരിക്കുകയാണ് കേസ്. മാസമായിട്ട് തന്നെ പോവുകയാണ് കളി. അങ്ങനെ മാസമായിട്ട് കളിയും കണക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു ഇങ്ങോട്ടിങ്ങനെ ഇട്ട് അങ്ങ് കയറി ചെല്ലുകയാണ്. ചെറുക്ക അവിടെ നോക്കി കണ്ടില്ല. കണ്ട് കേസ്. കേസ് കുറച്ച് റെഡ് കൊടുത്ത് എന്നിട്ട് അവൻ ചത്തില്ല കേസ്. കുറച്ച് റെഡും കുറച്ച് ബോഡി ഷോട്ടും കൊടുത്ത് കേസ് പെട്ടെന്ന് കയറി വന്ന് ഞാൻ കണ്ടില്ലത്. ഞാൻ ഇന്ന് പടവാ തന്നെ. അവൻ്റെ ചാൻസ് കൂടിയാണ് ഈ. അങ്ങനെ എവിടെ കിടന്ന റൗണ്ട് 3-3 എന്ന് പറഞ്ഞ് നമ്മൾ ആ റൗണ്ട് ആക്കിയിരിക്കുകയാണ് കേസ്. മാസ് ഗെയിം പ്ലേ ആണ് ഇവിടെ നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. മാക്സിമം എല്ലാം സബ്സ്ക്രൈബ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുന്നത് ശ്രമിക്കുക. നമ്മൾ ഡെയിലി CS വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. മാക്സിമം CS വീഡിയോസാണ് നമ്മൾ CS റിവെഞ്ച് വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും വരുന്നതായിരിക്കും CS വീഡിയോസ്. നമ്മളിവിടെ നോക്കുന്നുണ്ട്. അവനെ കാണുന്നില്ല കേസ്. എവിടെ പോയി എന്ന് പറഞ്ഞ് ഇവിടെ ന്യൂബാക്ക് ചെയ്ത് കയറുന്നു. അങ്ങനെ കയറിപ്പോയി അടിക്കാന്ന് വെച്ച് താണ്ട് വെയിറ്റ് കേസ്. ഏതാ ഷോട്ട് ഫുൾ റെഡ് കേസ്. M5 ഫുൾ ഷോട്ട്. M5 എന്താ പറയുക കേസ്, വേറെ ലെവൽ ഷോട്ടായിരുന്നു. ഇതേപോലത്തെ ഷോട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. കിടക്കാൻ പറ്റിയ വേറെ ലെവൽ. പിന്നെ ഞാൻ ഇമോട്ടിട്ടു. ആ മാപ്പ് നോക്കുന്ന ആ ഇമോട്ടുണ്ടല്ലോ കേസ്. ആ ഇമോട്ടിൻ്റെ പേര് അറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്ക്. ഞാൻ ഇവിടെ വന്ന് നോക്കി അവനെ കാണാനില്ല. താഴെ വന്നിട്ട് എനിക്ക് ഡാമേജ് ഇരിക്കും. പിന്നെ എൻ്റെ ബാക്ക് കൂടി കറങ്ങി കുറച്ച് ഡാമേജ് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് ഗ്രൂ വാളിട്ട് എന്തായാലും കറങ്ങിപ്പോൾ അടിക്കാമെന്ന് വെച്ച് കറങ്ങി പോയതാണ് കേസ്. നോക്കിയപ്പോൾ അവൻ അവിടെയും കണ്ടില്ല. നോക്കിയപ്പോൾ ടോപ്പിലില്ല. എൻ്റെ ഡ്രാഗൊക്കെ മിസ്സായി പോണ്. ഡ്രാഗൊക്കെ എവിടെയൊക്കെ പോണ് കേസ്. എന്താണെന്ന് അറിയത്തില്ല. സെൻസിറ്റീവ് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഡ്രാഗൊന്നും കറക്റ്റ് ആവുന്നില്ല. എന്നാലും നമുക്ക് ശ്രമിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് നോക്കുന്നു. ഇവിടെ കണ്ടില്ല. അവൻ ഇങ്ങോട്ട് വന്നാണ് കേസ് വിചാരിച്ചത്. പിന്നെ അവനെ കണ്ടില്ല. നിങ്ങൾ ചിലപ്പോൾ കണ്ടാണ് കേസ്, പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ ഇവിടെ നിന്നപ്പോഴാണ് അവൻ്റെ അടി കിട്ടിയത്. എനിക്ക് കണ്ടില്ല കേസ്. ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ അടി. അവൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേസ്. കണ്ടതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഞാൻ കണ്ടതുപോലില്ല അവനെ. അപ്പോൾ അങ്ങനെ 4-4 എന്ന് പറഞ്ഞ് റൗണ്ട് കണക്കായി കേസ്. ടഫായിരിക്കുകയാണ്.
അവന് ഏത് കണ്ണ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, എനിക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ണ് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് റൗണ്ട് എനിക്ക് ആയിട്ടുണ്ട്. ഞാനാണെങ്കിൽ സിംഗിൾ M80 മാത്രമേ മേടിച്ചിട്ടുള്ളൂ. അവൻ എന്തോ MB40 ആണോ എന്തോ ആണെന്ന് തോന്നുന്നു കേസ് അവൻ മേടിച്ചത്. ഞാൻ സൗണ്ട് കേട്ടായിരുന്നു. അങ്ങനെ MB40 മേടിച്ച് ചെറുക്കാൻ വരുന്നു. ഞാനാണ് ഫ്രീസ് നേടി കിടഞ്ഞ് മാസ് കാണിച്ച് പോകുന്നു. ഇവിടുന്ന് കുറച്ച് അടിയൊക്കെ മേടിച്ചു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഗണ്ണ് സ്വിച്ച് ചെയ്ത് അടിക്കാമെന്ന് വെച്ചാൽ ഇവിടെ പോയി ആദ്യമൊന്നും ഗണ്ണ് കയ്യിൽ ഒന്നില്ലായിരുന്നു കേസ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് അടി മേടിച്ചത്. അല്ലെങ്കിൽ കുറച്ച് ഷോട്ട് അവന് കൊടുത്തേനെ. പിന്നെ കറങ്ങിപ്പോയി ഒന്നും കേൾക്കണ്ട, കുറച്ച് ഷോട്ടും കൂടി കൊടുത്ത് ഇവിടുത്തെ ബ്ലൂവാൾ ഇട്ടുകൊണ്ട് കൊള്ളാം കേസ്. അല്ലെങ്കിൽ അവൻ കുത്തി പിടിച്ച് നമ്മൾ ഇല്ലാതെയാക്കണം. എൻ്റെ ഡാമേജ് കയറി എന്നാലും അവൻ താഴോട്ട് ചാടി. ഞാൻ തന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ ബാക്കിൽ ഒന്ന് അടിക്കാൻ ഹെഡ് ഷോട്ട് കേസ്, ഡബിൾ ഹെഡ് ഷോട്ട് കേസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാം ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേസ്. ഓക്കെ കേസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേസ്. ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.